ഹലോ, ഇന്ന് നമ്മൾ ഹെന്ന ഇടുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബർഗണ്ടി കളർ ഹെന്നയാണ്. കണ്ടോ, ഈ ഹെയറിൽ കുറച്ച് ഗ്രേ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഹെന്ന ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഹെന്ന ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രേ കളർ ഹെയറെല്ലാം നല്ല ഒരു ബർഗണ്ടി കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഹെന്ന ഇടുന്നതിനായിട്ട് ആദ്യം മുടിയുടെ ബാക്കിൽ നിന്ന് ഒരു സെക്ഷൻ എടുത്ത് അതിൽ നന്നായിട്ട് ഹെന്ന തേച്ച് പിടിപ്പിക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഹെന്ന ചെന്ന് എല്ലാ മുടിയിലും ഹെന്നയുടെ ഗുണം കിട്ടും. ഇങ്ങനെ തിക്കായിട്ടുള്ള മുടിയിൽ ബ്രഷ് വെച്ച് തന്നെ അപ്ലൈ ചെയ്താൽ ഉള്ളിലേക്ക് കിടക്കാൻ പാടാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്താണ് കൂടുതൽ ഗ്രേ ഹെയർ ഉള്ളത്. അതുകൊണ്ടാണ് കൈ കൊണ്ടും കൂടി ഒന്ന് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ആ മുടി റൗണ്ടായിട്ട് ഇതുപോലെ ചുറ്റി വയ്ക്കുക. അതിനുശേഷം തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് അടുത്ത സെക്ഷൻ എടുത്തിട്ട് അതിലും സെയിം വേ ഹെന്ന അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഹെയർ നേരത്തെ ചുറ്റി വെച്ചിരിക്കുന്ന ഹെയറിൻ്റെ മുകളിലേക്ക് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം മുടി അഴിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ചുറ്റി വെച്ചിരിക്കുന്നതിലേക്ക് വെള്ളം വീഴുമ്പോൾ തന്നെ അതിങ്ങനെ അഴിഞ്ഞ് പോകുന്നോളും. ഹെന്ന ഇടാനായിട്ട് ഹെയറിൻ്റെ തിൻ ലെയേഴ്സാണ് എടുക്കുന്നതെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്കിലും കൈകൊണ്ട് ഒന്നുകൂടെ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. തീരെ തിന്നായിട്ട് എടുക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലായിടത്തും ആയിക്കോളും. എങ്കിലും കൈകൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഈവനായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും.
ഇങ്ങനെ ഫുൾ മുടിയിലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫുൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഫുൾ മുടിയും ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാൻ നേരത്ത് വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പോൾ തന്നെ ഓരോ ലെയേഴ്സായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് പോരും. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.